കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ൽ അറബ് അന്താരാഷ്ട്ര വിമാന കമ്പനികൾ നടത്തുന്ന വിമാന സർവീസുകൾ ജൂൺ 1 മുതൽ ക്രമേണ പുനരാരംഭിക്കുമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു. സമീപകാലത്തെ തടസ്സങ്ങളെ തുടർന്ന് പൂർണ്ണമായ വ്യോമ ഗതാഗത പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ചെയർമാൻ എഞ്ചിനീയർ ഷെയ്ഖ് ഹമൂദ് മുബാറക് അൽ ഹുമൌദ് അൽ ജാബർ അൽ സബ, സിവിൽ ഏവിയേഷൻ മേഖലയ്ക്ക് നൽകിയ അചഞ്ചലമായ പിന്തുണയ്ക്ക് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ, കിരീടാവകാശി ഷെയ്ഖ് സബ അൽ ഖാലിദ് അൽ അഹമ്മദ് അൽ സബ, പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ എന്നിവർക്ക് അഗാധമായ നന്ദിയും അഭിനന്ദനവും അറിയിച്ചു. കുവൈറ്റിന്റെ വ്യോമഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള അതോറിറ്റിയുടെ ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നേതൃത്വത്തിന്റെ പിന്തുണ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. സാങ്കേതികവും ലോജിസ്റ്റിക്കൽ സന്നദ്ധതയും ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്ത ശ്രദ്ധാപൂർവ്വം ഘടനാപരമായ പ്രവർത്തന പദ്ധതികൾ പ്രകാരം ഘട്ടം ഘട്ടമായി വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നും ഷെയ്ഖ് ഹമൂദ് വിശദീകരിച്ചു. പൂർണ്ണ പ്രവർത്തനശേഷി കൈവരിക്കുന്നതുവരെ ഓരോ ഘട്ടത്തിലും തുടർച്ചയായ വിലയിരുത്തലുകളുടെ വിമാന ഗതാഗതത്തിന്റെ സുഗമമായ ഒഴുക്കിന് യാത്രക്കാരുടെ സുരക്ഷയുടെ ഉയർന്ന നിലവാരത്തിലും പദ്ധതി മുൻഗണന നൽകുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രധാന പ്രവർത്തന സൗകര്യത്തിലുടനീളം വിപുലമായ അറ്റകുറ്റപ്പണികളും വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് അറബ് വിദേശ വിമാന കമ്പനികളുടെ തിരിച്ചുവരവ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ നവീകരണങ്ങളിൽ സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, മൊത്തത്തിലുള്ള പ്രവർത്തന സന്നദ്ധത എന്നിവയിലെ മെച്ചപ്പെടുത്തലുകൾ ഉൾപ്പെടുന്നു. പ്രധാന പാസഞ്ചർ ടെർമിനലിൽ ആവശ്യമായ എല്ലാ മെച്ചപ്പെടുത്തലുകളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ ഊന്നി പറഞ്ഞു. ഉയർന്ന തലത്തിലുള്ള സുരക്ഷയും സുരക്ഷാ മാനദണ്ഡങ്ങളും നിലനിർത്തിക്കൊണ്ട് യാത്രക്കാരുടെ ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യമിട്ടുള്ള പുതുക്കിയ രൂപകൽപ്പനയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.